നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എയർഫോഴ്സ് വൺ ബെൻ-ഗുരിയോൺ വിമാനത്താവളത്തിലേക്ക് ട്രംപ് എത്തുമ്പോൾ ടെൽ-അവീവ് തീരപ്രദേശത്ത് അദ്ദേഹത്തെ വരവേറ്റത് നന്ദി ട്രംപ് എന്ന ബാനറായിരുന്നു. ട്രംപിന്റെ ഫോട്ടോ അടക്കം ആലേഖനം ചെയ്താണ് ആ ബാനർ. പ്രസിഡന്റിന്റെ വരവിനെ അപവാദ്യം ചെയ്യുന്നതിനായി വിമാനപാതയിൽ നേരിട്ട് സ്ഥാപിക്കുകയായിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വന്നിറങ്ങിയപ്പോൾ പ്രസിഡന്റ് ട്രംപിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. 4 മണിക്കൂർ നീണ്ടുനിന്ന ഹ്രസ്വ സന്ദർശന വേളയിൽ ഗാസയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ബന്ദികളുടെ കുടുംബങ്ങളുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തുകയും നെതന്യാഹുവുമായി ചർച്ച നടത്തുകയും ഇസ്രായേൽ പാർലമെന്റ് നിയമസഭാ അംഗങ്ങളെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു. 2023 ഒക്ടോബർ 7 നടന്ന ഹമാസ് ആക്രമണത്തിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ ഒരു സന്ദർശനം. ഹീബ്രു കലണ്ടറിൽ സിംചത് ടോറ ഇന്ന് വൈകുന്നേരമാണ് ആചരിക്കുന്നത്. ഇസ്രയേലികൾ അവസാനത്തെ 20 ബന്ദികളെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ ദുഃഖവും പ്രതീക്ഷയും ഒക്കെ നിറഞ്ഞ ദിവസമാണിത്. ടൈംസ് ഓഫ് ഇസ്രയേൽ ഉദ്ധരിച്ച ഹീബ്രു മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം 7 ബന്ദികളെ ഇതിനകം ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിന് കൈമാറിയതായി ടെൽ-അവീവിലെ ഹോസ്റ്റേജ് സ്ക്വയറിൽ ആഘോഷങ്ങൾ ഇത് സംബന്ധിച്ച് ആരംഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സന്ദർശനത്തിന് ശേഷം പ്രസിഡന്റ് ട്രംപ് ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയുമായി ഒരു പ്രാദേശിക സമാധാന ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുവാൻ ഈജിപ്തിലേക്ക് പോകും. യുദ്ധാനന്തര വീണ്ടെടുക്കലും മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങളുമൊക്കെ ചർച്ച ചെയ്യുവാൻ 20-ലധികം ലോക നേതാക്കളാണ് അദ്ദേഹത്തോടൊപ്പം ചേരുക. 2023 ഒക്ടോബർ 7 ആക്രമണങ്ങളിൽ പിടികൂടിയ ഇസ്രയേലി ബന്ദികളിൽ ജീവനോടെയുള്ളവരെ പൂർണ്ണമായും വിട്ടയച്ചിരിക്കുകയാണ് ഹമാസ്. ഗാസ സമാധാന ഉടമ്പടി പ്രകാരമുള്ള കൈമാറ്റത്തിലൂടെയാണ് 2 ഘട്ടമായി ബന്ദികളെ മോചിപ്പിച്ചത്. ആദ്യം 7 ബന്ദികളെയും പിന്നീട് 13 പേരെയും റെഡ് ക്രോസ് വഴി ഹമാസ് ഇസ്രയേലിന് കൈമാറി. ബന്ദികൾക്കായി ടെൽ-അവീവിൽ വൻ സ്വീകരണമാണ് ഒരുക്കിയത്. കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതദേഹങ്ങളും ഇന്ന് കൈമാറും. 28 ബന്ദികളുടെ മൃതദേഹങ്ങളാണ് ഹമാസിന്റെ കൈവശമുള്ളത് എന്നാണ് വിവരം. ഇസ്രയേലി ബന്ദികളുടെ മോചനത്തിന് പകരമായി ഗാസ നിവാസികളടക്കമുള്ള 2000-ഓളം ഫലസ്തീനികളെ ഇസ്രയേൽ വിട്ടയക്കും. 2023 ആക്രമണത്തിൽ ഹമാസ് 251 പേരെയാണ് ബന്ദികളാക്കിയിരുന്നത്. ഇവരെ പിന്നീട് പല ഘട്ടങ്ങളിലായി വിട്ടയക്കുകയും ചിലർ കൊല്ലപ്പെടുകയും ഉണ്ടായി. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി മോചിപ്പിക്കപ്പെടുന്ന 20 ഇസ്രയേലി ബന്ദികളുടെ പേരുകൾ അടക്കമാണ് ഹമാസ് പുറത്തുവിട്ടത്. ബാർ എബ്രാഹിം കൂപ്പർ ഷൈൻ, എവിയാദർ ഡേവിഡ്, യോസഫ് ചെം ഒഹാന, സൊഗേവ് കാർഫാൻ, അവിനാറ്റർ ഓർ, എൽക്കാന ബോബട്ട്, മാക്സിം ഹെർക്കിൻ, നിമ്രോഡ് കോഹൻ, മദാൻ ആംഗ്രസ്, മദാൻ എയിൻ ഗ്രൗക്കർ, ഈറ്റർ ഹോൺ, ഈറ്റർ എബ്രാഹിം, മോർ, ഗാലി ബർമൻ, സ്റ്റീവ് ബർമൻ, ഒമ്രി മിറാൻ, അലോൺ, ഹൈൽ ഗെയിൽ, ഗിൽബോവ ദലാൽ, റോം റെസ്കോവി, ഏരിയൻ കുനിയോ, ഡേവിഡ് കുനിയോ എന്നിവരാണ് മോചിതരാകുന്നതെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. 700 ദിവസത്തിലധികം തടവിൽ കഴിഞ്ഞതിനു ശേഷം ബന്ദികൾ തങ്ങളുടെ ഏറ്റവും അടുത്ത കുടുംബവുമായി വീണ്ടും ഒന്നിക്കുന്നത് കാണാനായി ആശുപത്രി ഒരുക്കിയിട്ടുണ്ട്. ബന്ദികളുടെ ഇടനാഴിക്ക് എതിർവശത്ത് അവരുടെ ഏറ്റവും അടുത്ത കുടുംബത്തിന് സ്വന്തമായി ഒരു കിടപ്പുമുറി ഉണ്ടായിരിക്കും. ബന്ദികൾ എന്ത് കഴിക്കണമെന്ന് നിർണയിക്കുക പ്രധാനപ്പെട്ട കാര്യമാണ്. ബന്ദികൾ തിരിച്ചെത്തിയാലും തങ്ങളുടെ ജോലി അവസാനിക്കുന്നില്ല എന്ന് ബന്ദികൾ തിരിച്ചെത്തുന്ന യൂണിറ്റിൽ ജീവനക്കാർ ഊന്നി പറയുന്നു. മെഡിക്കൽ കോംപ്ലക്സിൽ ഉടനീളമുള്ള 1700 നഴ്സുമാരിൽ മിക്കവാറും എല്ലാവരും യൂണിറ്റിൽ അധിക ഷിഫ്റ്റുകൾ എടുക്കുവാൻ സന്നദ്ധ പ്രകടിപ്പിച്ചിട്ടുണ്ട്. 2023 ഒക്ടോബർ 7 ഹമാസ് അതിർത്തി കയറി നടത്തിയ ആക്രമണത്തിലാണ് ഇസ്രയേൽ പൗരന്മാരെ ബന്ദികളാക്കിയത്. തുടർന്ന് 737 ദിവസങ്ങൾ നീണ്ട തടവറവാസത്തിനു ശേഷമാണ് ഈ ബന്ദിമോചനം സാധ്യമായത്. ട്രംപിന് പുറമെ ഈജിപ്ത്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളും ബന്ദിമോചനത്തിന് മധ്യസ്ഥത വഹിച്ചിരുന്നു. ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിച്ചെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ ബന്ദികളെ കൈമാറുന്നുള്ള നടപടികൾ ആരംഭിച്ചത്. ഗാസ വെടിനിർത്തൽ നിലനിർത്തുമെന്നും ഡൊണാൾഡ് ട്രംപ് അറിയിക്കുകയായിരുന്നു. ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധകാലത്തെ മികച്ച പ്രധാനമന്ത്രിയെന്നും ട്രംപ് പ്രശംസിച്ചു. ഇസ്രയേലിലേക്ക് തിരികെ എത്തുന്നതിന്റെ തൊട്ടു മുൻപായിരുന്നു ഈ ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ട്രംപിന്റെ നേതൃത്വത്തിൽ ഈജിപ്തിൽ ഗാസ സമാധാന ഉച്ചകോടി നടക്കും. ഇസ്രയേലിലാണ് ട്രംപിന്റെ ആദ്യ സന്ദർശനം. തലസ്ഥാനമായ ടെൽ-അവീവിലായിരുന്നു ട്രംപ് ആദ്യം എത്തിയത്. വിപുലമായ സ്വീകരണമാണ് US പ്രസിഡന്റ് ഇസ്രയേലിൽ ഒരുക്കിയിരുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇസ്രയേൽ പാർലമെന്റിനെ ട്രംപ് അഭിസംബോധന ചെയ്യുക. ബന്ദികളുടെ കുടുംബങ്ങളെയും ട്രംപ് സന്ദർശിക്കും. അതിനുശേഷം ട്രംപ് ഈജിപ്തിലേക്ക് യാത്ര തിരിക്കും. ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞാണ് ഈ ഗാസ സമാധാന ഉച്ചകോടി. 20 ലോക നേതാക്കളാണ് ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുക. ഈജിപ്തിലെ ഷർം അൽ ഷെയ്ഖിലാണ് ഉച്ചകോടി നടക്കുന്നത്. അമേരിക്കയുടെ ക്ഷണം ലഭിച്ചെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയിൽ പങ്കെടുക്കില്ല.
വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ഈജിപ്തിലെത്തിയിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപും LCC മോദിയെ ക്ഷണിച്ചിരുന്നു.